ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകനും യോഹന്നാൻ്റെ ശിഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിൽ യോഹന്നാൻ മറുപടി നൽകുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു നദിയുടെ ഒരു സൈഡിൽ യോഹന്നാനും ശിഷ്യന്മാരും സ്നാനം നൽകുന്നു, അതിൻ്റെ മറു സൈഡിൽ യേശുവും ശിഷ്യന്മാരും സ്നാനം നൽകുന്നു. ശിഷ്യൻ വന്ന് വിഷമത്തോടുകൂടി യോഹന്നാനോട് ചോദിക്കുകയാണ്, റബ്ബി, ഇതിൽ ഏത് സ്നാനമാണ് ശരി? നീ നൽകുന്നതാണോ അതോ യേശു നൽകുന്നതാണോ? നിന്നിൽ നിന്ന് സ്നാനമേറ്റവൻ അവിടെ സ്നാനം നൽകുന്നു, നമുക്കിപ്പം ആൾ കുറയുന്നു, അവിടെ ആൾക്കാർ കൂടി വരികയാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മൾ ഈ ചിന്തയിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുന്നല്ല. യോഹന്നാൻ്റെ സ്ഥാനത്ത് നിങ്ങളോ ഞാനോ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, അങ്ങനെ വരാൻ ഒരു വഴിയുമില്ലല്ലോ, ഞാനാണല്ലോ ക്രിസ്തുവിനേക്കാൾ മുമ്പ്, യേശുവിനേക്കാൾ മുമ്പ് ഈ ലോകത്ത് വന്നവൻ, ഞാനാണല്ലോ യേശുവിന് സ്നാനം നൽകിയത്, അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണമല്ലോ ആൾക്കാർ കൂടുതൽ വരേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം. എന്നിട്ട് അടുത്ത് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന അടുത്ത പരിപാടി യേശുവിൻ്റെ സ്നാനം എങ്ങനെയും കുറിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും. മനുഷ്യരുമായി ഞാൻ പറയുകയാണ്. പക്ഷേ യോഹന്നാൻ അവിടെ നൽകിയ മറുപടിയാണ് ഈ 27, 29, 28, 30 വാക്യങ്ങളിൽ പറയുന്നത്. യോഹന്നാൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനാണ്. യോഹന്നാന് കൃത്യമായ ഒരു ബോധ്യമുണ്ട് താൻ ആരാണെന്നുള്ളതും താൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നും എന്ന്. ഈ വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ആരാണെന്നുള്ളൊരു ബോധം നമുക്കെപ്പോഴും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ള ഒരു ബോധ്യം, ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. പല ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ, ഈ ഇടവകയിൽ നിൽക്കുമ്പോൾ, ഈ സമൂഹത്തിൽ നിൽക്കുമ്പോൾ, പ്രൊഫഷണൽ ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ളത് നമുക്കൊരു ബോധ്യം നമുക്ക് വേണം. 27 വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് കൊടുക്കപ്പെട്ടതല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. അതിലും യോഹന്നാന് കൃത്യമായ ബോധ്യമുണ്ട്. സ്വർഗം അനുവദിച്ചതാണ് യോഹന്നാന്റെ സ്നാനവും, സ്വർഗം അനുവദിച്ചതാണ് യേശുവിൻ്റെ സ്നാനവും. സ്വർഗത്തിൽ നിന്ന് വെളിപാടുണ്ടായി യോഹന്നാന്, നീ സ്നാനപ്പെടുത്തുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ വന്ന് ആവസിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനും അഗ്നിയാലും സ്നാനപ്പെടുത്തേണ്ടവനാണ്. ഈ ബോധ്യം ഉറപ്പുള്ളതുകൊണ്ട് യോഹന്നാൻ ശിഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ പതറാതെ, സംശയിക്കാതെ ഇതിന് ഉത്തരം നൽകാൻ പറ്റും. ഈ വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പല അവസരങ്ങളും നമ്മുടെ മുമ്പിൽ, ഈ ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് തരും. നമ്മൾ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, സ്വർഗം ഇത് അനുവദിക്കുന്നതാണോ എന്ന്. നീ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതങ്ങളാണോ എന്ന് നീ ഒന്ന് ശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. അത് കഴിഞ്ഞ് യോഹന്നാൻ 29 വാക്യത്തിൽ വരുമ്പോൾ, മണവാട്ടിയുള്ളവൻ മണവാളൻ ആകുന്നു. മണവാളന് എപ്പോഴും മണവാട്ടിയുണ്ട്. ആ മണവാളൻ്റെ സ്നേഹിതനാണ് ഞാൻ. മണവാളൻ മണവാട്ടിയോട് ചേരുമ്പോൾ, അല്ലെങ്കിൽ മണവാട്ടി മണവാളനോട് ചേരുമ്പോൾ, ആ മണവാളൻ്റെ അരികത്ത് നിന്ന് സന്തോഷിക്കുന്ന ഒരു സ്നേഹിതൻ്റെ സ്ഥാനമാണ് എനിക്കുള്ളത്. അവിടെയും യോഹന്നാന് വ്യക്തതയുണ്ട്. താൻ ആരാണ്, തൻ്റെ സ്ഥാനം എന്താണ്, തനിക്ക് യേശുവുമായുള്ള ബന്ധം എന്താണെന്നുള്ള ഉറച്ച വിശ്വാസം. നമ്മൾ മണവാട്ടി സഭയാണ്. സഭയായ മണവാട്ടിയായ നമ്മൾക്ക് ഒരു ഉറച്ച വിശ്വാസം വേണം, മണവാളൻ നമ്മുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ സ്നേഹിതൻ എന്ന് പറയുന്നത്, യോഹന്നാൻ പറയുന്ന സ്നേഹിതൻ എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ വിവാഹം നടക്കുമ്പോൾ മണവാളന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആ സ്നേഹിതനാണ്. മണവാട്ടിയെ പോയി കാണുന്നതും ആ വിവാഹത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഈ സ്നേഹിതനാണ്.
ആ സ്നേഹിതൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ വിവാഹം നടക്കുമ്പോൾ സ്നേഹിതൻ സന്തോഷിക്കുകയാണ്, അത് പൂർണ്ണമാകുന്നുവെന്ന് യോഹന്നാൻ ഇവിടെ പറയുന്നു. നമ്മളും മണവാട്ടി സഭയായ നമ്മുടെ ഓരോ ജീവിത രീതിയിലും നമ്മൾ ചിലപ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ടാകാം, സന്തോഷങ്ങളുണ്ടാകാം, സഹനത്തിൻ്റെ പാതയിൽ കൂടെ ആയിരിക്കാം നമ്മൾ നടന്നു പോകുന്നത്. മണവാട്ടി സഭയായ മണവാളൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒരു പ്രയാസവുമില്ല. ആ ഒരു സന്തോഷത്തിൽ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർ 4:4 സഭയോട് പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഏത് വിഷമാവസ്ഥയിലും ഏത് സന്തോഷാവസ്ഥയിലും ഏത് മേഖലയിൽ കൂടെ നീ പോയാലും അവിടെ നിന്റെ കൂടെ നിന്റെ കർത്താവുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ആ സ്നേഹത്തിൽ, ആ സന്തോഷത്തിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനെന്ന് ഈ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അവസാനമായി 30-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞ് ആ രംഗം വിടുകയാണ്. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് പാലിക്കാൻ ഏറ്റവും വിഷമമുള്ള ഒരു വാക്യവുമാണ്. നമ്മുടെ പല സാഹചര്യങ്ങളിലും പല രീതികളിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഞാൻ എന്ന ഭാവം. ഞാൻ വളരുന്നു, പല ഇടങ്ങളിലും ഞാൻ വളരുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ വളരുന്നില്ല, എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണ് വളരുന്നതെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മൾ ഒന്നും ചിന്തിച്ച് നോക്കുക. നമ്മൾ ഈ സഭയ്ക്ക് വേണ്ടി, ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ ആർക്കെങ്കിലും ഒരു ധനസഹായം ചെയ്യുമ്പോൾ, എന്തെങ്കിലും നമ്മൾ ഒരു സഹായം ഒരു സമൂഹത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ കയറി വരുന്നൊരു കാര്യമാണ്, ഞാനൊരു നല്ലവനാണ്, ഒരു ദാനശീലനാണ്, ഈ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കും, മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നവനാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറി വരുന്നത്. പുറമേ നമ്മൾ വെള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരുന്ന ഒരു എളിമയുടെ കുഞ്ഞാടായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇത് മറ്റൊരാൾക്കും അറിയില്ല. ദൈവത്തിനും നിനക്കുമല്ലാതെ വേറൊരു വ്യക്തിക്കും അറിയാത്തൊരു കാര്യമാണ്. അവിടാണ് നമുക്ക് മാറ്റം വരേണ്ടത്. ക്രിസ്തു വളരണം, നമ്മൾ ചെറുതാകണം. അതിന് ഏറ്റവും നല്ല ഒരു വഴി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ കൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളും, ഓരോ ആഴ്ചയിലും നമ്മൾ കുർബാന കൊള്ളുമ്പോൾ ഓരോ ആഴ്ചയിലും നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ചില കുറവുകളുണ്ട്, ചില ബലഹീനതകളുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്. ഇതെല്ലാം ഇറക്കി വെക്കുന്ന ഒരു ഇടമാണ് വിശുദ്ധ കുർബാന. പണ്ടൊക്കെ എന്നോട് ആരെങ്കിലും ചോദിക്കും ഏറ്റവും ബോറടിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പള്ളിയിൽ പോകുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുമാണ്. അന്ന് എനിക്ക് തികച്ചും വളരെ ബോറടിയായി. പക്ഷേ ജീവിതം എന്നെ പഠിപ്പിച്ചു, കർത്താവ് എന്നെ വിശുദ്ധ കുർബാനയുടെ മഹത്വം പഠിപ്പിച്ചു തന്നു. നമ്മൾ കർത്താവിനോട് കൂടുതൽ സംസാരിക്കുന്ന സമയം വിശുദ്ധ കുർബാനയാണ്. ചിലപ്പോൾ നമ്മൾ അലസരായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കാം. അങ്ങനെ നോക്കിയിരിക്കുമെന്നാണ് വചനം പറയുന്നത്. നീ എന്നോട് സംസാരിക്കാനാണ് വചനം നമ്മളോട് പറയുന്നത്. നീ ചെറുതാകേണ്ടിടത്ത് ഞാൻ വലുതാകണം എന്ന് വചനം പറയുന്നു. അനുദപിച്ച് വിശുദ്ധിയോടെ കുർബാന കൊണ്ട് കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് നമ്മുടെ ഹൃദയം മുഴുവൻ കർത്താവിന് കൊടുത്ത്, കർത്താവിന് വളരുവാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഒരുക്കി കൊടുത്ത് ആത്മാവിൽ ദരിദ്രരായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരണം. കർത്താവില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് വരുന്ന ഒരു അവസ്ഥയിലായിരിക്കണം. അതാണ് ഈ വചനം. കർത്താവ് വളരണം, ഞാൻ ചെറുതാകണം. ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് ആഹാരങ്ങൾ വർദ്ധിച്ചും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ വാക്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് യോഹന്നാൻ 3-ാം അധ്യായം 30-ാം വാക്യം നമ്മുടെ മനസ്സിൽ ഉരുവിടണം. ഞാൻ ചെറുതായിക്കൊണ്ടേയിരിക്കണം, എൻ്റെ കർത്താവ് വളർന്നുകൊണ്ടേയിരിക്കണം എന്ന് നമ്മൾ ഓരോ ആഴ്ചയിലും കുർബാന കൊള്ളുമ്പോൾ കർത്താവിനോട് ചോദിക്കണം. നമ്മുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ പ്രയാസങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ ബലഹീനതകൾ
കൂടുതൽ നമ്മൾ കർത്താവിനോട് പറയണം. ഈ നോമ്പ് കാലങ്ങളിൽ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ വളർത്തുവാൻ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ വളർത്തുവാൻ നമുക്ക് ശ്രമിക്കാം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിക്കുകയാണ്. നമ്മുടെ ഞാനെന്ന ഭാവം കുറയ്ക്കാനുള്ളൊരു മാർഗമുണ്ട്. മറ്റുള്ളവൻ്റെ നന്മ കാണുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും അല്ലെങ്കിൽ നല്ലൊരു ഗുണം കാണുമ്പോൾ അതിൽ നമ്മൾ അവരോട് പറയുവാൻ ശ്രമിക്കണം. അത് പറയുവാൻ ശ്രമിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും. ഒന്ന്, ആ കേൾക്കുന്ന ആൾക്ക് ഒരു ആത്മീയ സന്തോഷമുണ്ടാവും. അതോടൊപ്പം എന്നേക്കാൾ മറ്റൊരുവൻ മെച്ചപ്പെട്ടവനാണെന്ന് നമ്മൾ പ്രസ്താവിക്കുകയാണ്. പക്ഷെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് മറ്റുള്ളവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ്. അത് ശരിയല്ല, ഇത് ശരിയല്ല, അവൻ ചെയ്യുന്നത് അത് ശരിയല്ല, അവൻ ചെയ്തത് ഇത് ശരിയല്ല എന്ന് പറയുവാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പറയുവാൻ തുനിയുന്നതും അതാണ്. അവിടെ നമ്മൾ പറയുന്നത് നിന്നെക്കാട്ടിൽ മെച്ചപ്പെട്ടവൻ ഞാൻ തന്നെയാണെന്നാണ്. വചനം പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓരോ ദിവസവും നീ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. ഓരോ നിമിഷവും നീ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം എന്ന് വചനം നമ്മളോട് പറയുന്നു. ഈ കേട്ട വചനങ്ങളെല്ലാം നമ്മളെ എല്ലാവരെയും നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് നടത്തട്ടെ. ഒരു നല്ല കുമ്പസാരം നടത്തുവാൻ ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.